ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണക്കപ്പയർ വെച്ചിട്ടാണ് നമ്മൾ കറി റെഡിയാക്കണേ. ഒരുപാട് രീതിയിൽ ഉണക്കപ്പയർ വെച്ച് നമ്മൾ കറി ഉണ്ടാക്കും. ഉണക്കപ്പയർ മിക്കവർക്കും ഇഷ്ടമില്ലാത്ത ഒരു പയറാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. കുക്കറിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ വേണ്ടാത്തവർക്ക് ഓയിൽ യൂസ് ചെയ്യാം. എണ്ണ ചൂടാവുമ്പോൾ ഒരു ചെറിയ കഷ്ണം പട്ടയും 3 ഗ്രാമ്പും ചേർക്കാം. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇതിൻ്റെ കൂടെ 5 ചെറിയ ഉള്ളി 2 വെളുത്തുള്ളി ഉണ്ട്, അതും ചേർക്കാം. ഇതൊന്ന് വാട്ടിയെടുക്കാം. നമുക്ക് ഉള്ളി ഒന്ന് വാടി കിട്ടുമ്പോൾ 1 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയത് ചേർക്കാം. ഇതൊന്ന് നല്ലോണം വാട്ടിയെടുക്കാം. കളറൊന്നും മാറണ്ട. വറുത്തരച്ചുണ്ടാക്കണ പോലെ ബ്രൗൺ കളറാവുക അങ്ങനെയൊന്നും വേണ്ട. ഒന്ന് നാളികേരം വാടി കിട്ടിയാൽ മതി. നാളികേരമൊക്കെ നല്ലോണം വാടി കിട്ടി. ഈ മിക്സ് തണുത്തതിന് ശേഷം ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അതേ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. 1/4 ടീസ്പൂൺ ജീരകം. 15 ചെറിയ ഉള്ളി എടുത്ത് 2ആയിട്ട് കീറിയതാണ്. 10 ചെറിയ ഉള്ളി, 10 വെളുത്തുള്ളി. വെളുത്തുള്ളി ചെറുതായാണ് ഞാൻ 10 ചേർത്തേക്കണേ. വലുതാണെന്നുണ്ടെങ്കിൽ 4-5 എണ്ണം മതിയാവും. 2 പച്ചമുളക്, കുറച്ച് വേപ്പില. ഇതെല്ലാം കൂടി ഒന്ന് വാട്ടിയെടുക്കാം. ഉള്ളി നല്ലോണം വാടി. ഇനി നമുക്കിതിൽ പൊടികൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർക്കുന്നുണ്ട്, പൊടി കരിയാണ്ടിരിക്കാൻ. പൊടികളുടെ പച്ചമണമൊക്കെ പോയി എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു. ഈ സമയത്ത് 2 മീഡിയം സൈസുള്ള തക്കാളി പേസ്റ്റ് ആക്കിയതാണ്, അത് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെയും പച്ചമണമൊക്കെ പോയി എണ്ണ നല്ലോണം തെളിഞ്ഞ് വരണം. അതുവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറിയിൽ തക്കാളിയുടെ പച്ചമണത്തിൻ്റെ ടേസ്റ്റ് വരും. തക്കാളിയുടെ പച്ചമണമൊക്കെ പോയി നല്ലോണം എണ്ണ തെളിഞ്ഞൂട്ടാം. ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ചേർക്കാം. വേവിച്ചതല്ല കേട്ടോ, പച്ച ഉരുളക്കിഴങ്ങ. 1/4 കപ്പ് ഉണക്കപ്പയർ എടുത്ത് രാത്രി തന്നെ കുതിർത്തി വെച്ചേക്കണതാണ്, അതും ഇതിൽ ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ചുടുവെള്ളമാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് അടച്ച് വെച്ച് 3 വിസിൽ ഇട്ടെടുക്കാം. 3 വിസിലിട്ട് ഫ്ലെയിം ഓഫാക്കി നമുക്ക് തുറക്കാം. പയറും ഉരുളക്കിഴങ്ങൊക്കെ വെന്തുണ്ടോ നോക്കാം. പയറ് നല്ലോണം വെന്തുട്ടാ. നമ്മൾ രാത്രി തന്നെ കുതിർത്തി വെച്ച കാരണമാണ് 3 വിസിലിൽ വെന്തത്. നിങ്ങൾ കുതിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5-6 വിസിലൊക്കെ വിടേണ്ടി വരും കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഇതിലേക്ക് അരച്ച് വെച്ചേക്കണ പേസ്റ്റ് ചേർക്കണം. നല്ല ഫൈനായിട്ട് അരച്ച് ചേർക്കണം. ജാറ് കഴുകി കുറച്ച് വെള്ളം ആഡ് ചെയ്യും. ഞാൻ ഈ ചേർക്കണ ഒക്കെ ചുടുവെള്ളമാണ് കേട്ടോ. ഈ നാളികേരത്തിൻ്റെ പച്ചമണം പോണവരെ ഒന്ന് തിളപ്പിക്കാം. 1 മിനിറ്റിൽ താഴെ തിളപ്പിച്ചാൽ മതി കേട്ടോ. ഒരുപാട് നേരം ഇട്ട് കുക്ക് ചെയ്യണ്ട. നാളികേരം അരച്ചത് ചേർത്തിട്ട് നല്ലോണം തിളച്ചു കൂട്ടാം. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ഇട്ട് ഫ്ലെയിം ഓഫാക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ ഉണക്കപ്പയർ കൊണ്ട് നമുക്ക് അടിപൊളി ഒരു കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.